ഹലോ ഗൈസ്, നമുക്ക് ഇന്നൊരു വീഡിയോ ഉണ്ട്. ഈ കാണുന്ന വീഡിയോയുടെ പിന്നിൽ ഒരു കഥയുണ്ട്. അതെന്താന്ന് നമുക്ക് കേൾക്കാം. ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന പിക്ചറിൽ ഇടത് നിന്ന് ആദ്യം കാണുന്ന ഫോട്ടോ. ആദ്യമായിട്ട് എൻ്റെ അടുത്ത് വന്ന സമയത്ത് ഒരു പ്രാവശ്യം ട്രീറ്റ്മെന്റ് ചെയ്തതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഹെയർ സ്പാ, അതായത് അവര് ഏതോ ഒരു പാർലറിൽ ചെന്ന് പാർലറിലോ അതോ വീട്ടിൽ വന്ന് എന്തോ ചെയ്തതാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അവർ പറഞ്ഞു ഹെയർ സ്പാ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഓൺലൈനിൽ നിന്നൊക്കെ ഹെയർ സ്പായുടെ ക്രീം വാങ്ങി ചെയ്ത് ഹെയർ ഫുൾ ഡാമേജ് ആയി ഫുൾ പോയിട്ടുള്ള ഹെയർ ആണ് എൻ്റെ കയ്യിൽ കിട്ടിയത്. എന്നിട്ട് ഞാൻ അതിനെ സ്മൂത്തനിങ് ചെയ്തിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഹെയർ സ്പായ്ക്ക് വരാൻ പറഞ്ഞു. മന്ത്ലി വന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ 15 ദിവസത്തെ ഗ്യാപ്പിൽ വരിക എന്ന് പറഞ്ഞു. അങ്ങനെ ഏകദേശം ഒരു 8-9 മാസം ഹെയർ സ്പാ കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ആണ്. രണ്ടാമത്തെ സ്മൂത്തനിങ് കഴിഞ്ഞതിന് ശേഷം ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമുള്ള ഹെയർ സ്മൂത്തനിങ്ങിന്റെ വീഡിയോ ആണ്. ഇപ്പൊ മൂന്നാമത്തെ വീഡിയോ, അതിന്റെ വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ എന്തുമാത്രം തിക്നെസ് ആ ഹെയറിന് വന്നു എന്നുള്ളത്. കറക്റ്റ് എല്ലാ മന്തും എല്ലാ മാസവും കറക്റ്റായിട്ട് വന്ന് എൻ്റെ അടുത്ത് വന്ന് ഹെയർ സ്പൈക്ക് പറയണം. മന്ത്ലി ചെയ്താൽ മതി. ഇപ്പൊ നമ്മൾ പറയുമ്പോൾ അധികമായ അമൃതം വിഷം എന്ന് പറയും പോലെ കണ്ടിന്യൂസ് ആയിട്ട് ഹെയർ സ്പാ ചെയ്യുക എന്ന് പറയണതും നമുക്ക് അത് അത്ര ശരിയുള്ള കാര്യമല്ല. അതുമാത്രമല്ല, ഓൺലൈനിൽ നിന്ന് നമ്മൾ പ്രോഡക്റ്റ് വാങ്ങിച്ച് യൂസ് ചെയ്യുമ്പോഴത്തേക്കും അത് അത്രയും നമ്മൾ ഷോപ്പിൽ പോയി വാങ്ങിച്ചാൽ പോലും നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു ഇതിലുള്ള ഒരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടണമെന്നില്ല. നമുക്ക് അതിൻ്റെ കമ്പനിയിൽ നിന്ന് നമ്മൾ എടുക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആ നല്ല ക്വാളിറ്റിയിലുള്ള പ്രോഡക്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. അത് കഴിഞ്ഞിട്ട് ആള് പിന്നെ 4ാമത്തെ പ്രാവശ്യം ചെയ്യുന്നതാണ്. അപ്പോൾ ആൾക്ക് കേളി ഹെയർ വേണം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഇപ്പോൾ കഴിഞ്ഞ ഓണ ടൈമിൽ ഇപ്പൊ ഇവിടെ ഇല്ല പുള്ളിക്കാരി, അപ്പൊ ആൻഡമാനിലാണ്. അപ്പൊ ഡെയിലി വന്ന് സ്പായ്ക്കും അതേപോലെ ഏതെങ്കിലും പോകുന്ന സമയത്ത് സ്പായുടെ ക്രീം വാങ്ങിച്ചിട്ടാണ് പോയത്. അതേമാതിരി കേളി ഹെയർ മതി എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് ശേഷം ഞാൻ കേളി ഹെയർ ആക്കിയതാണ് ഈ കാണുന്ന വീഡിയോ. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. സ്മൂത്തനിങ് ചെയ്താലും റിലാക്സിങ് ചെയ്താലും ഒരേ പ്രോഡക്റ്റ് തന്നെയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിങ്ങിന്റെ അല്ലെങ്കിൽ പ്രൊസീജിയറിന്റെ വ്യത്യാസമാണ് സ്മൂത്തനിങ് റിലാക്സിങ് തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. പിന്നെ അയണിങ് ഒരുപാട് കുറവാണ് ഇതിൽ. അയണിങ് ചെയ്യുന്നത് ഒരുപാട്, ഇപ്പം നമ്മളെ ബോട്ടോക്സ് അതേപോലെ ബ്രസീലിയൻ അങ്ങനത്തേക്കുള്ള അതിലൊക്കെ ഒരുപാട് അയണിങ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതിലൊക്കെ നമ്മൾ 1 ടൈം അയണിങ് ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മുടിക്ക് യാതൊരു പ്രശ്നം ഉണ്ടാകത്തില്ല. അതുമാത്രമല്ല, നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ, കറക്റ്റായിട്ട് ശ്രദ്ധിക്കുകയാണ്, അതായത് ഇപ്പോൾ ഒരു മന്തിൽ ഒരു ഹെയർ സ്പായും വലിയ എമൗണ്ടിനുള്ള ഷാമ്പു കണ്ടീഷണർ ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല. സാധാരണ ലോറിയലിന്റെ റിപ്പയറിംഗ് ഷാമ്പു കണ്ടീഷണർ വാങ്ങിച്ച് യൂസ് ചെയ്താൽ മാത്രം മതി. അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടായ റിസൾട്ടാണ് ഈ കാണുന്നത്.